കർമാന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയുന്ന ഒരു വിവരമാണ്. നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ, അവനെ പോപ്പുലർ ഫ്രണ്ട് SDPക്കാർ ഒരു കള്ളക്കേസിൽ കുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും Paytm അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ്. ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം. ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. എന്താണ് വിഷയം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അതായത് കേരളം എന്നുള്ളത് ബംഗ്ലാദേശിന്റെ ഒരു സംസ്ഥാനമാണോ ഇന്ത്യയുടെ സംസ്ഥാനമാണോ എന്ന് സംശയം വരുന്നത് പോലെയാണ് നമ്മുടെ കേരളത്തിലെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉള്ള ചർച്ചകളും മാധ്യമ റിപ്പോർട്ടുകളും. അതായത് നമ്മൾ ബംഗ്ലാദേശിലാണ് എന്ന് തോന്നിപ്പോവുകയാണ്. കേരളത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ബംഗ്ലാദേശിലാണ് എന്ന് തോന്നിപ്പോവുകയാണ്. അതിന്റെ കാരണം ഈ ബംഗ്ലാദേശ് എങ്ങനെയായിരുന്നു എന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി രൂപപ്പെടുമ്പോൾ ആ കിഴക്കൻ പാകിസ്ഥാനെ നമ്മൾ മോചിപ്പിക്കുമ്പോൾ, അതായത് സ്വതന്ത്ര രാജ്യമായി മോചിപ്പിക്കുമ്പോൾ, അവര് സ്വാതന്ത്ര്യത്തിന്റെ അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെയും ഒരു സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കുകയും ജനാധിപത്യത്തിന്റെ പ്രകാശം പരത്തുകയും ചെയ്ത ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. എന്നാൽ പിന്നീട് ബംഗ്ലാദേശിന് ഈ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇത് കേരളവുമായിട്ട് വളരെയേറെ സാമ്യമുള്ള ഒരു താരതമ്യം ചെയ്യലാണ്. കേരളത്തിൽ എല്ലാ വിധത്തിലുള്ള ഏകോദര സാഹോദര്യവും നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കേരളത്തിൽ ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ഹിന്ദു ഉണ്ട്. പക്ഷേ ഈ 3 മതങ്ങളും തുല്യമായിട്ടുള്ള ഒരു സാഹോദര്യവും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന കാലഘട്ടം നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ആ കാലഘട്ടത്തിന് മാറ്റം വന്നു. ഇപ്പോൾ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് എന്നുള്ള നിലയിലേക്ക് കേരളം വീണുപോയിരിക്കുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് ബംഗ്ലാദേശിലും നമ്മൾ കാണുന്നത്. അതായത് ബംഗ്ലാദേശില് മുജീബുർ റഹ്മാന്റെ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും ഒരുപോലെ കോപ്പി ചെയ്ത് ഒരു നല്ല ശക്തമായ രാഷ്ട്രമാകണം എന്നവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര രംഗത്ത് അവർക്ക് അതിനുള്ള അംഗീകാരം ലഭിച്ചു. സാമ്പത്തിക പുരോഗതി ഉണ്ടായി. മൈക്രോ ഫിനാൻസ് പോലെയുള്ള മേഖലകളിൽ ലോകത്തിന് തന്നെ മാതൃകയായി. വിദ്യാഭ്യാസ രംഗത്ത് അവർ മുന്നോട്ട് വന്നു. കച്ചവടത്തിലും അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിലുമൊക്കെ പാകിസ്ഥാനെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നേറാൻ ബംഗ്ലാദേശിന് സാധിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്ത് എന്നുള്ള നിലയിൽ ബംഗ്ലാദേശ് ഉയർന്നു വരികയും ചെയ്തു. മറുവശത്ത് ചൈന ബംഗ്ലാദേശിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമേരിക്കയുടെ ഇടപെടലുകൾ അതിന് ബദലായിട്ട് വന്നു. അപ്പോഴൊക്കെ തന്നെയും ഭാരതത്തോട് ചേർന്ന് നിൽക്കാനും ഭാരതവുമായി നല്ല സൗഹൃദം സൂക്ഷിക്കാനും പ്രത്യേകം ബംഗ്ലാദേശ് ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു അയൽക്കാരൻ അല്ലെങ്കിൽ അയൽക്കാരി എന്നുള്ള നിലയിൽ ബംഗ്ലാദേശ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ബംഗ്ലാദേശിന്റെ സാമൂഹിക രംഗത്തുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത്. അത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞു, മുസ്ലിം ലീഗ് ചത്ത കുതിരയാണ്, അതിനെ ഭയപ്പെടേണ്ടതില്ല. ആദ്യമായി കേരളത്തിലെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും മലപ്പുറം ജില്ല കൊടുത്തുകൊണ്ട് മുസ്ലിമിന്റെ ആ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്വപ്നത്തിന് ജീവൻ വെപ്പിച്ചു. അതിന് ബദലായി പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെന്റ് കേരളത്തിൽ അവർക്ക് സ്പീക്കർ പദവി കൊടുക്കുകയും അത് തൊപ്പി ഊരിച്ചിട്ടാണ് സ്പീക്കർ ആക്കിയതെന്നൊക്കെ ന്യായം പറയുകയും അവസാനം സ്പീക്കർ പദവി എന്നുള്ളത് 5 മന്ത്രിമാരുടെ പദവിയും മുഖ്യമന്ത്രി പദവിയും വരെ ആയിത്തീരുകയും ചെയ്യുന്നത് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ശരിക്കും പറഞ്ഞാൽ ഉഗ്രവും ഭീകരവുമായിട്ടുള്ള ഇസ്ലാമിക പാർട്ടിയെ വളരെ ജനാധിപത്യപരമായിട്ടുള്ള മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ശാന്തതയുള്ള പാർട്ടി എന്നുള്ള നിലയിലാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അവതരിപ്പിച്ചത്. ഞാനിത് എടുത്തു പറയാൻ കാരണം ഇത് തന്നെയാണ് ബംഗ്ലാദേശിനും പറ്റിയത്. ബംഗ്ലാദേശില് ഭീകര പ്രസ്ഥാനമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന പരിവേഷം കൊടുത്തുകൊണ്ട് അവർ വളർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്.
രാഷ്ട്രീയ പാർട്ടികൾ കൂടാതെ തന്നെ അവിടെ നിരവധിയായിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ വേറെ ധാരാളമുണ്ട്. പക്ഷേ എങ്ങനെയാണോ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ തണലിൽ ആയുധമെടുക്കാതെ രക്തം ചൊരിയാതെ സമ്മർദ്ദ തന്ത്രം കൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിലനിൽക്കുകയും എന്നാൽ അവരുടെ ചിറകിന്റെ കീഴിൽ, സംരക്ഷണത്തിന്റെ കീഴിൽ, ഭരണത്തിന്റെ കീഴിൽ എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളും നിർബാധം നടത്തുവാൻ വേണ്ടി ഉള്ള എല്ലാ സാഹചര്യങ്ങളും വളർത്തിയെടുത്ത് സ്വന്തമാക്കി ഉപയോഗിച്ചു. അത് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. പലരും പലപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാരാണ് ഇതിന്റെ പ്രചാരകരിൽ കൂടുതലും. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നോക്കൂ കേരളത്തില് ബോംബ് സ്ഫോടനങ്ങളില്ല, നോക്കൂ കേരളത്തില് പള്ളികൾ ആക്രമിക്കുന്നില്ല, ഇവിടെ ആത്മഹത്യാ സ്ക്വാഡുകളില്ല, അതുകൊണ്ട് ഒരിക്കലും മുസ്ലിം ലീഗിനെ നിങ്ങൾ ഭീകരമായി കാണരുത്, വർഗീയമായി ചിന്തിക്കുക പോലും ചെയ്യരുത്, യഥാർത്ഥ മതേതര ശക്തിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് വെള്ളപൂശാറുണ്ട്. അത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ വെള്ളപൂശാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് ആയുധമെടുക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. കേരളത്തില് ആയുധമെടുക്കാതെ തന്നെ എല്ലാം ചെയ്യും. തോക്കെടുക്കണ്ട, ബോംബെടുക്കണ്ട, ആരെയും കൊല്ലണ്ട, ഒരു കത്തി പോലും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. തോക്കെടുത്തും ബോംബെടുത്തും കത്തിയെടുത്തും ഇസ്ലാമിക ഭീകരവാദികൾ ലോകരാജ്യങ്ങളിൽ എന്തൊക്കെയാണോ സ്വന്തമായി നേടിയത് അതൊക്കെ തന്നെ തോക്കും കത്തിയും എടുക്കാതെ കേരളത്തിൽ കൊണ്ടുപോയി കാൽക്കൽ കാഴ്ചവെക്കുന്ന ഇടത് വലത് മുന്നണികൾ ഉള്ളപ്പോൾ കേരളത്തിൽ പിന്നെ എന്തിനാണ് ഭീകരവാദം? അപ്പോൾ ഇതാണ് ഇവിടെ. ഉദാഹരണത്തിന് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് അവിടുത്തെ സ്വത്ത് കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ക്ഷേത്രം ആക്രമിക്കണം. പക്ഷെ കേരളത്തിൽ ക്ഷേത്രം ആക്രമിക്കണ്ട, ക്ഷേത്രം ആക്രമിക്കാതെ തന്നെ ക്ഷേത്ര സ്വത്തെടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതിന് ഗവൺമെന്റ് ഇവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ പിന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ ആക്രമിക്കേണ്ട കാര്യമില്ല. ഇതാണ് കേരളത്തിന്റെ അന്തരീക്ഷം. ഈ അന്തരീക്ഷം ഇതേപോലെ തന്നെയാണ് ബംഗ്ലാദേശിലും ഉണ്ടായിരുന്നത്. ഇപ്പൊ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മതന്യൂനപക്ഷമായ ഹിന്ദു, ആ ഹിന്ദുവിന്റെ ജനസംഖ്യ വളരെ വളരെ കുറഞ്ഞു വരികയും അവിടെ ഹിന്ദുക്കൾക്കെതിരെ നിയമപരമായിട്ടുള്ള കാർക്കശ്യം മുറുക്കി കൊണ്ടുവരികയും ചെയ്തത് ജനാധിപത്യ ഭരണം നടമാടുന്ന കാലഘട്ടത്തിൽ തന്നെയാണ്. അതായത് ജനാധിപത്യം ശാന്തമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ മതേതരത്വം ഉണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട് അവിടുത്തെ മതന്യൂനപക്ഷമായ ഹിന്ദുവിനെതിരെ നിരവധിയായിട്ടുള്ള സാമൂഹിക നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവരുടെ ബാങ്കുകൾ, അവരുടെ ബിസിനസ്സുകൾ, അവരുടെ വ്യവസായങ്ങൾ ഇതൊന്നും അവിടെ നടത്താൻ പാടില്ല എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയും കൃഷി ചെയ്ത് പോലും ജീവിക്കാൻ കഴിയില്ല എന്ന അന്തരീക്ഷം കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ ഇതൊന്നും സമൂഹത്തിൽ ചർച്ചയായില്ല. ഇതൊന്നും ആരും ഒരിടത്തും എടുത്തു പറഞ്ഞില്ല. ഇതൊന്നും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ആരും പരാമർശിച്ചില്ല. ഇത് തന്നെയല്ലേ കേരളത്തിൽ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൽ ഇന്നലകളിൽ എന്നാണോ സംഭവിച്ചത് അത് തന്നെയല്ലേ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തില് ഈ രീതിയിൽ ഒരു സമൂഹത്തിന് എല്ലാം അനുവദിച്ചു കൊടുക്കുകയും ന്യൂനപക്ഷ അവകാശങ്ങളിൽ 80x20 എന്ന് പറയുന്ന ഒരു റേഷ്യോ നിശ്ചയിക്കുകയും അതുപോലെ ബിസിനസ്സിലും വ്യവസായത്തിലും കൃഷിയിലും എന്ന് വേണ്ട സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിലും മന്ത്രിസഭകൾ ഉണ്ടാക്കുമ്പോൾ സാമ്പത്തികവും അധികാരവുമുള്ള മുഴുവൻ വകുപ്പുകളും മുസ്ലിം ലീഗിന് കൊടുക്കുകയും എന്നിട്ട് ബലൂൺ വികസനം പോലെയുള്ള വകുപ്പുകൾ മാത്രം മറ്റുള്ളവരെടുക്കുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ CPM ഭരിക്കുമ്പോഴാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ഒഴികെ പ്രധാനപ്പെട്ട ഒരു വകുപ്പും അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. പ്രധാന വകുപ്പുകളെല്ലാം മുസ്ലിമിനും മാത്രം വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഭരണത്തിന്റെ താക്കോൽ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഖജനാവിന്റെ താക്കോൽ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അധികാരത്തിന്റെ പ്രധാനപ്പെട്ട ശ്രേണികൾ മുഴുവൻ മുസ്ലിമിന് മുന്നിൽ മുട്ടുമടക്കി അടിയറ വെച്ചിട്ട് റാൻ മൂളി നിൽക്കുകയാണ്. ആകെ അവർക്ക് പ്രതിഫലമായി കിട്ടുന്നത് പേരിനൊരു മുഖ്യമന്ത്രി പദവി മാത്രമാണ്. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനം ചെയ്യുന്നത് കേരളത്തിന്റെ കഴിഞ്ഞ കാല ചരിത്രങ്ങളിൽ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഇസ്ലാമിക മത അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ മാത്രമാണ്.